നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. വയനാട് ഇരട്ട തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക്. തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സർക്കാർ നൽകുന്ന വാഗ്ദാനം പാലിക്കപ്പെടുമെന്നതിന് ഉദാഹരണമാണ് തുരങ്കപാതയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലബാറിന്റെ വികസനത്തിന് പുതിയ നാഴികക്കല്ലായി മാറുന്നതാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഉദ്ഘാടന വേദിയിൽ താമരശ്ശേരി രൂപതാ ബിഷപ്പും ടി സിദ്ദിഖ് MLAയും മുഖ്യമന്ത്രിയെ പ്രശംസിച്ചു. വികസന സ്വപ്നങ്ങൾക്ക് ഗതിവേഗം പകർന്ന് ഇരട്ട തുരങ്കപാത നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വപ്ന പദ്ധതിക്ക് തറക്കല്ലിട്ടു. വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമമുണ്ടായെന്ന് മുഖ്യമന്ത്രി. ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ തകർക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ചുരുങ്ങിയത് 50 വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാകാത്ത പദ്ധതികൾ, അവയാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് കഴിഞ്ഞു. വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയലും ടി സിദ്ദിഖ് MLAയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതിന്റെ പിറകിൽ പ്രവർത്തിച്ചതായ മുഴുവൻ ആളുകളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കില്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുകയില്ല. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ച് ആനക്കാംപൊയിലിൽ നിന്ന് കള്ളാടി വഴി മേപ്പാടിയിലേക്കാണ് തുരങ്കപാത. താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ബദൽപാത. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട് വയനാട് യാത്രയിൽ 1.5 മണിക്കൂർ വരെ ലാഭിക്കാനാകും. തുരങ്കപാതയുടെ ആകെ ദൂരം 8.735 കിലോമീറ്ററാണ്. ഇതിൽ തുരങ്കത്തിന്റെ നീളം 8.11 കിലോമീറ്റർ. കിഫ്ബിയിൽ നിന്ന് 2134.5 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. 4 വർഷമെടുത്ത് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മന്ത്രിമാരായ KN ബാലഗോപാൽ, PA മുഹമ്മദ് റിയാസ്, OR കേളു, AK ശശീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 വയനാട്. ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാക്കി നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. മാനവരാശിയുടെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. ഷീ ജിൻപിങ്ങിനെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചു. ഇന്ത്യ ചൈന ബന്ധത്തെ അതിർത്തി തർക്കങ്ങൾ ബാധിക്കരുത് എന്ന് ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. അമേരിക്കൻ തീരുമാഭീഷണിക്കിടെയായിരുന്നു ലോകമുറ്റുനോക്കിയ നിർണായക ചർച്ച. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുൻപായി ടിയാൻജിനിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച 55 മിനിറ്റ് നീണ്ടു. 7 വർഷത്തിനിടെ ആദ്യമായാണ് ചൈനയിൽ ഇരു നേതാക്കളും നേരിൽ കാണുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ നിലവിൽ ശാന്തമായ അന്തരീക്ഷമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത വർഷത്തെ ബ്രിക്സ് ഉച്ചകോടിക്കായി ഷീ ജിൻപിങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. വ്യാളി ആന സൗഹൃദം മെച്ചപ്പെടണമെന്നും നല്ല അയൽക്കാരായി തുടരണമെന്നും ഷീ ജിൻപിങ് പറഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചർച്ച നടത്തും. ഗാൽവൻ സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാനുള്ള ചൈനീസ് പിന്തുണയും ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. 24 ഡൽഹി. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിൽ ധാരണയായതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് സമവായമായി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ പഹൽഗാം ഭീകരാക്രമണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചു. പാകിസ്ഥാന് ചൈന നൽകിയ പിന്തുണയെക്കുറിച്ചും സൂചിപ്പിച്ചു. തീവ്രവാദത്തിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഒരേ നിലപാടെന്നും വിക്രം മിശ്രി പറഞ്ഞു. ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളോട് അമേരിക്ക ആവശ്യപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് നിർത്തുന്നത് ഉൾപ്പെടെയുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തണം എന്നാണ് ആവശ്യം. ബ്രിക്സ് രാജ്യങ്ങളുടെ വികസനം തടസ്സപ്പെടുത്തുന്ന നടപടിക്കെതിരെ തുറന്നടിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ രംഗത്തെത്തി. ചൈനയിലെ ടിയാൻജിനിൽ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി നടക്കുന്ന വേളയിലാണ് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് അമേരിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ അമേരിക്ക ചുമത്തിയതുപോലുള്ള പിഴത്തീരുവ ചുമത്താൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ലാഭമുണ്ടാക്കുകയാണെന്നും യുക്രൈൻ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോദിയാണെന്നും നേരത്തെ അമേരിക്ക ആരോപിച്ചിരുന്നു. ഇതിനിടെ ബ്രിക്സ് രാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനം തടസ്സപ്പെടുത്തുന്ന വിവേചനപരമായ തീരുവകൾക്കെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തുറന്നടിച്ചു. ബ്രിക്സിനെതിരെയുള്ള തീരുവ നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും ബ്രിക്സ് ശക്തിപ്പെടുത്താൻ റഷ്യയും ചൈനയും കൂട്ടായി പ്രവർത്തിക്കുമെന്നും പുടിൻ വ്യക്തമാക്കി.
കഴിഞ്ഞ ജൂലൈയിൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ 10% അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. വാർത്താമഴയിലേക്ക് തിരികെ. വിവാദമൊഴിയാതെ ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ പ്രായശ്ചിത്തമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച ദേവസ്വം ബോർഡ് നിലപാട് തിരുത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. എതിർപ്പുകൾക്കിടെ അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് SNDP രംഗത്തെത്തി. സെപ്റ്റംബർ 20 പമ്പ ത്രിവേണി സംഗമത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തെ ചൊല്ലി രാഷ്ട്രീയ തർക്കം മുറുകുന്നതിനിടെയാണ് സമുദായ സംഘടനകൾ അനുകൂല നിലപാടുമായി രംഗത്തെത്തിയത്. NSSന് പിന്നാലെ സംഗമത്തെ പിന്തുണച്ച SNDP. ഇന്ന് ഗവൺമെന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒന്നിച്ചെടുത്തിരിക്കുന്ന ആ സംഗമം നല്ലതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് ശിവഗിരി മഠം. ഇങ്ങനെയുള്ള സമ്മേളനങ്ങളും മറ്റും ഒന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. കക്ഷിഭേദമൊന്നുമില്ലാതെ എല്ലാവരുടെയും കൂട്ടായ പങ്കാളിത്തത്തോടു കൂടിയാകണം എന്നാണ് ശിവഗിരി മഠത്തിന്റെ കാഴ്ചപ്പാട്. സർക്കാരിന് അയ്യപ്പന്മാരെ ദ്രോഹിച്ച ചരിത്രമാണുള്ളതെന്ന് KC വേണുഗോപാൽ. ഇതൊരു പ്രായശ്ചിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശബരിമല വിശ്വാസികളെ ആകമാനം വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ്. ആ കുറ്റപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് തന്നെയാണ് ഈ സർക്കാർ. ആഗോള സംഗമത്തിലേക്ക് വർഗീയവാദികളെ ക്ഷണിക്കരുതെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അയ്യപ്പ സംഗമം നടത്തിയാൽ വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി നേരിടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിവാദങ്ങൾക്കിടെ അയ്യപ്പ സംഗമത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ നാളെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണും. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ഹിമാചൽ പ്രദേശിൽ മലയാളികൾ കുടുങ്ങിയ സംഭവത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടൽ എന്നുള്ളതാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി മന്ത്രിയുടെ ഓഫീസ് സംസാരിച്ചു. കുടുങ്ങിയ മലയാളികളെ നാളെ തിരികെ എത്തിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. കുടുങ്ങിയവർക്ക് ഭക്ഷണമടക്കമുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയതായും കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസിൽ നിന്നിപ്പോൾ അറിയിക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിലെ വിവാദങ്ങളിൽ ദേവസ്വം ബോർഡിന് അതൃപ്തി. അയ്യപ്പ സംഗമത്തെ വിവാദങ്ങളിൽപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജുകുമാറിന്റെ ആരോപണം. നടക്കാൻ പോകുന്നത് വാണിജ്യ സംഗമമല്ലെന്നും ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും അഡ്വക്കേറ്റ് അജുകുമാർ 24നോട് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തെ വിവാദങ്ങളിൽപ്പെടുത്താനുള്ള ചില കേന്ദ്രങ്ങളുടെ ബോധപൂർവമായ ശ്രമം ഉപേക്ഷിക്കണം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക എന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം. ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതും തത്വമസി അത് നീ തന്നെയാകുന്നു എന്ന മഹാസങ്കല്പം വിളിച്ചോതുന്ന ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ പ്രാധാന്യം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശ്രമങ്ങളെ വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ദയവായി അതിൽ നിന്ന് പിന്മാറണമെന്നാണ് വിനയപൂർവ്വം ദേവസ്വം ബോർഡിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ലൈംഗികാരോപണ കേസുകളിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തലിനെ പിന്തുണച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം. പാർട്ടി നിലപാട് വ്യക്തമാക്കുന്നതിന് മുൻപ് വനിതാ നേതാക്കൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടത് തെറ്റാണെന്ന് MM ഹസൻ പറഞ്ഞു. ഇതിനിടെ രാഹുലിനെ പിന്തുണച്ച് CPIM മുൻ MLA ഐഷ പൂറ്റി രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും കോൺഗ്രസിൽ നിന്ന് പിന്തുണ കൂടുകയാണ്. മുകേഷിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെങ്കിൽ രാഹുലിനും പങ്കെടുക്കാമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട വനിതാ നേതാക്കളെ തള്ളി MM ഹസനും രംഗത്തെത്തി. പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. ഒരു മെമ്പറുടെ അവകാശമാണ് നിയമസഭ അറ്റൻഡ് ചെയ്യുക, നിയമസഭയിൽ പങ്കെടുക്കുക. രാഹുലിനെതിരായ പരാതികളുടെ ആധികാരികത കൂടി പരിശോധിക്കണമെന്നായിരുന്നു CPIM മുൻ MLA ഐഷ പോറ്റിയുടെ പ്രതികരണം. ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഏത് മനുഷ്യരെ പറ്റിയായാലും എന്ത് പറഞ്ഞാലും അതിൻ്റെ ഉള്ളടക്കം സത്യമാണോ എന്നൊന്നും നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ആരുടെ കാര്യത്തിലായാലും ഏത് മനുഷ്യരുടെ കാര്യം ഇത് എന്തിനാ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്, പറയാനുള്ളത് അപ്പം പറഞ്ഞുകൂടെ. UDF കൺവീനർ അടൂർ പ്രകാശും രാഹുലിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ലൈംഗിക ആരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ മൊഴി രേഖപ്പെടുത്തും. രാഹുലിന്റേതെന്ന പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിൽ ഉള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനും നീക്കമുണ്ട്. രാഹുലിനെതിരെ 10 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. 24 തിരുവനന്തപുരം.
സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ ഘോഷയാത്ര ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ ഗവർണറെ ഔദ്യോഗികമായി ക്ഷണിച്ചു. സെപ്റ്റംബർ 3 മുതൽ 9 വരെയാണ് ഓണം വാരാഘോഷം. 9-നാണ് ഓണം ഘോഷയാത്ര. മുൻമന്ത്രിയും CPIM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതിയുമായി കോൺഗ്രസ്. തിരുവനന്തപുരം പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് M. മുനീർ DGPക്ക് പരാതി നൽകി. കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങൾ അന്വേഷിക്കണമെന്നാണ് ആവശ്യം. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് എണ്ണി മറുപടി പറയിക്കുമെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ഇത് ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. ശക്തമായിട്ടുള്ള നിയമ നടപടി, എണ്ണി മറുപടി പറയിക്കുന്ന നിയമ നടപടിയിലേക്ക് നീങ്ങുക തന്നെ ചെയ്യും. ഞാനത് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇങ്ങനെയൊന്നും തന്നെ കുറച്ച് ആളുകളെ തേജോവധം ചെയ്തുകൊണ്ട് കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അപമാന വൃത്തത്തിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുകയാണ്. കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസിൽ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു. സ്ഫോടക വസ്തുക്കൾ കച്ചവടത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത് എന്നാണ് പ്രതി അനൂപ് മാലിക്കിന്റെ മൊഴി. കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. കണ്ണപുരത്തെ വാടക വീട്ടിലുണ്ടായ വൻ സ്ഫോടനത്തിന്റെ ദുരൂഹത നീക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ഇതിനായി കേസിലെ പ്രതി അനൂപ് മാലിക്കിനെ പോലീസ് ചോദ്യം ചെയ്തു. ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ നിർമ്മിക്കുന്നത് കച്ചവടത്തിന് വേണ്ടിയാണെന്നാണ് അനൂപ് മാലിക്കിന്റെ മൊഴി. ഉത്സവകാലത്തേക്ക് മുൻകൂട്ടി നിർമ്മിച്ചു ശേഖരിക്കും, ഓർഡർ അനുസരിച്ച് വിൽപ്പന നടത്തുമെന്നും അനൂപ് മൊഴി നൽകി. എന്നാൽ ഇത് അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇയാൾ സ്ഫോടക വസ്തുക്കൾ നൽകുന്നുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിക്കായി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ആൾക്കാരെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അനൂപ് അനധികൃതമായി എത്തിക്കുന്നതാണെന്നാണ് കണ്ടെത്തൽ. കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. സ്ഫോടനത്തിനു പിന്നാലെ ഒളിവിൽ പോയ അനൂപിനെ കാഞ്ഞങ്ങാട് നിന്നാണ് പിടികൂടിയത്. 24 കണ്ണൂർ. ഗോപു നന്ദിലത് G-മാർട്ടിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നന്ദിലത് G-മാർട്ട് അത്തം പത്തോണം ലാഖ്പതി ഓഫർ 5-ാം ദിവസത്തെ വിജയെ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് നന്ദിലത് G-മാർട്ട് അത്തം പത്തോണം ലാഖ്പതി നറുക്കെടുപ്പ്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് വിജയിക്ക് ലഭിക്കുക. മഞ്ചേരിയിലെ ദിൽന ഷെറിനാണ് 5-ാം ദിവസത്തെ വിജയി. കസ്റ്റമറുടെ പേര് ദിൽന ഷെറിൻ. G-മാർട്ട് മഞ്ചേരിയിൽ നിന്ന് ഷോപ്പ് ചെയ്ത ദില്ലയാണ് 5-ാമത്തെ ലാഖ്പതി ഓഫറിലൂടെയുള്ള വിജയി. കൺഗ്രാറ്റുലേഷൻസ്. ഹിമാചൽ പ്രദേശിൽ മലയാളികൾ കുടുങ്ങിയ സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കുടുങ്ങിയ മലയാളികളെ നാളെ തിരികെ എത്തിക്കും. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ സംസാരിച്ചു. കുടുങ്ങിയവർക്ക് ഭക്ഷണമടക്കമുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ കുടുങ്ങിയവരെ ഷിംലയിലേക്ക് നാളെ തന്നെ എത്തിക്കുമെന്നാണോ ബൽറാം? ഉന്മേഷ്, ഹിമാചൽ പ്രദേശിൽ വിനോദസഞ്ചാരത്തിന് പോയ 18 മലയാളികൾ കുടുങ്ങിയ സംഭവത്തിലാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് സംസാരിക്കുകയും ഈ മലയാളികളെ എത്രയും വേഗം തന്നെ മടക്കിക്കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് ഈ റോഡ് മാർഗം തന്നെ ഇവരെ നാളെ തിരികെ എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കാമെന്ന ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയോടെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്നും ഇവർക്ക് തിരികെ എത്താനുള്ള സൗകര്യം ഒരുക്കുമെന്നുമാണ് BRO ഉദ്യോഗസ്ഥർ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. നിലവിൽ ഇവർ കൽപ്പയ്ക്കും രാംപൂരിനും ഇടയിൽ നികുൽ സരായിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇവർക്ക് ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ള നിർദ്ദേശവും കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുണ്ട്. നിലവിൽ സുരക്ഷിതരാണ് എന്ന് ഈ മലയാളികൾ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളും മന്ത്രിയുടെ ഓഫീസ് നൽകിയതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒപ്പം തന്നെ പ്രത്യേക പ്രതിനിധി KV തോമസും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പഞ്ചാബിൽ പ്രളയക്കെടുതി രൂക്ഷം. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 24ആയി. 1000-ലധികം ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലാണ്. ജമ്മുകശ്മീരിലും ഉത്തരാഖണ്ഡിലും മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 40 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രളയക്കെടുതിയാണ് പഞ്ചാബ് നേരിടുന്നത്. 9 ജില്ലകളിലെ 1018 ഗ്രാമങ്ങളെ പ്രളയം ബാധിച്ചു. 3 ലക്ഷം ഏക്കർ കൃഷിഭൂമിയും നശിച്ചുവെന്നാണ് പ്രാഥമിക കണക്ക്. ദ്രുതകർമ്മസേനയുടെയും വിവിധ സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 11,000-ഓളം ആളുകളെ രക്ഷിച്ചു. 4,000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. രവി, സത്ലജ്, ബിയാസ് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്.
കനത്ത ദുരിതം നേരിടുന്ന സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് നൽകണമെന്ന് പഞ്ചാബ് സർക്കാരും BJPയും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കനത്ത നാശം വിതച്ച ജമ്മുകശ്മീരിലും ഉത്തരാഖണ്ഡിലും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ജമ്മുവിലെത്തും. നാളെ ദുരന്തബാധിത മേഖലകളിൽ ആകാശ സർവേ നടത്തും. ശേഷം രാജ്ഭവനിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അവലോകന യോഗം ചേരും. ഇതുവരെ 170 പേർക്കാണ് ജമ്മുകശ്മീരിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടമായത്. 24 ഡൽഹി. പത്തനംതിട്ട തിരുവല്ലയിൽ അമ്മയെയും കുഞ്ഞുങ്ങളെയും കാണാതായ സംഭവത്തിൽ റീനയുടെ ഭർത്താവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കവിയൂരിലെ വീട്ടിലാണ് അനീഷ് മാത്യുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനീഷിന്റെ ഭാര്യ റീനയെയും 2 പെൺകുഞ്ഞുങ്ങളെയും 2 ആഴ്ച മുൻപാണ് കാണാതായത്. അനീഷിന്റെ ആത്മഹത്യയ്ക്ക് കാരണം പോലീസിന്റെ മാനസിക പീഡനമെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. കാണാതായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങളുടെ അനിയനെ അന്ന് തൊട്ട് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ SI CI ഉൾപ്പെടെയുള്ള പോലീസുകാരെല്ലാം വിളിച്ച് നിരന്തര ചോദ്യം ചെയ്യലിലും മാനസിക പീഡനങ്ങളും അനുഭവിച്ചു. രാവിലെ പോയ വൈകുന്നേരം 10:30 വരെയൊക്കെ ആയിരുന്നു അവിടെ പിടിച്ചിരുത്തുന്നത്. നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കാണാതെ പോയതിന് നീ എഴുതി ഒപ്പിട്ട് തന്നാലേ ഞങ്ങൾക്ക് പത്രത്തിലോ പരസ്യമൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് എഴുതി ഒരു സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചു. അതിൻ്റെ മാനസിക പീഡനം വളരെയധികമായിരുന്നു. അവൻ ഞങ്ങളോടും മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നുമില്ല, എടുക്കുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാം നിരന്തരം അവരോട് ചോദിക്കുന്നു. പോലീസുകാർ പറഞ്ഞു ഇവൻ കൊന്നു എന്നാണ് അവർ പറയുന്നത്. ഇവനിൽ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ അന്വേഷണങ്ങൾ മൊത്തം. ജയശങ്കറുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകിട്ടോടു കൂടിയാണ് അനീഷ് മാത്യുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റീനയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. 2 ആഴ്ചയിലധികമായി റീനയും 2 കുഞ്ഞുങ്ങളെയും കാണാതായിട്ട്. ഇതിന് പിന്നാലെ നിരവധി തവണ പോലീസ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു. തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പേരിൽ അനീഷിനെ മാനസികമായി പോലീസ് പീഡിപ്പിച്ചു എന്നാണ് ഈ അനീഷിന്റെ കുടുംബം നിലവിൽ ആക്ഷേപിക്കുന്നത്. ആ മാനസിക വിഷമങ്ങളാണ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണമായതെന്നും ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ ഇദ്ദേഹത്തിന്റെ ബന്ധു നീതു മനോജ് നിലവിൽ പറയുന്നുണ്ട്. എന്തായാലും പക്ഷേ ഈ ആരോപണങ്ങൾ പോലീസ് തള്ളുകയാണ്. തിരോധാന കേസുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളുണ്ടെന്നും ഈ സംശയങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പുളിങ്കീഴ് പോലീസിലാണ് ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ നടന്നു വരുന്നത്. എന്തായാലും പോലീസ് ഇത്തരം ആക്ഷേപങ്ങളെ തള്ളുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അടിമുടി ദുരൂഹതയാണ്. ഒരു അമ്മയും 2 മക്കളെയും കാണാതായിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഇവരുടെ ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്ന സാഹചര്യമാണ്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ജയശങ്കർ, പത്തനംതിട്ടയിൽ നിന്ന്. ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യെ ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ 24-ന്. അതുല്യെ കൊലപ്പെടുത്തും എന്ന സതീഷ് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അതുല്യ ചിത്രീകരിച്ചതെന്ന് പറയപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭർത്താവ് സതീഷ് കൊലപ്പെടുത്തുമെന്ന് പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. 10 വർഷം പീഡനം അനുഭവിച്ചതും വീഡിയോയിൽ അതുല്യ വ്യക്തമാക്കുന്നു. നേരത്തെയും സതീഷിന്റെ ക്രൂരപീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നീ ഒന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. സതീഷ, നീ എവിടെ പോനാ? നീ എവിടെ പോവും? നീ പോവോ? ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള. പീഡനത്തിന്റെ ദൃശ്യങ്ങൾ തെളിവായി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഇവ പഴയതെന്നാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. ഇതോടെ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പ്രതി സതീഷ് ഇടക്കാല മുൻകൂർ ജാമ്യത്തിലാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 കൊല്ലം. വാർത്താമഴയിലേക്ക് തിരികെ. തൃശൂർ കുന്നംകുളത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മങ്ങാട് സ്വദേശി കുറുമ്പൂർ വീട്ടിൽ മിഥുനാണ് വെട്ടേറ്റത്. ആക്രമണത്തിന് ശേഷം പ്രതികൾ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു.
സംഭവത്തിൽ മങ്ങാട് സ്വദേശികളായ ഗൗതം, വിഷ്ണു, രാകേഷ്, അരുൺ എന്നിവരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കടിമകളായ പ്രതികൾ മിഥുന്റെ സഹോദരനുമായി നേരത്തെ വാക്ക് തർക്കത്തിലേർപ്പെട്ടിരുന്നു. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഇതെന്താണ് സംഭവിച്ചത്? സൂരജ്, ഉന്മേഷ്, ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ കങ്ങാട് വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ലഹരി സംഘം CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത്. CPIM ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള മിഥുനാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. മിഥുന്റെ സഹോദരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഈ ലഹരി സംഘവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്ന് മിഥുനുമായി ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. പിന്നീട് ഈ കയ്യിൽ കരുതിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിഥുനെ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കും അതോടൊപ്പം തന്നെ ചെവിക്കും ഉൾപ്പെടെ പരിക്കേറ്റ മിഥുനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഏറെ നേരം മേഖലയിൽ ഈ ലഹരി സംഘം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഈ പോലീസ് എത്തിയാണ് പിന്നീട് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. മങ്ങാട് സ്വദേശികളായിട്ടുള്ള ഗൗതം, വിഷ്ണു, രാകേഷ്, അരുൺ എന്നിങ്ങനെ 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്തായാലും ലഹരിക്കടിമയായ പ്രതികൾ മിഥുന്റെ സഹോദരനുമായി ഉണ്ടായ വാക്കുതർക്കം, അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ മിഥുനെ ആക്രമിക്കുന്നതിലേക്ക് എത്തിയതെന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. സൂരജ് സജി, തൃശൂരിൽ നിന്ന്. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് ടോൾ പിരിവ് നിർത്തിവെച്ച തൃശൂർ പാലിയക്കരയിൽ നിരക്ക് കൂട്ടി. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 മുതൽ 15 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. പ്രതിവർഷം നിരക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്നാണ് വിശദീകരണം. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്ക് ഈടാക്കാനാണ് നീക്കം. കരാർ കമ്പനിയായ GIPLന് ഉയർത്തിയ നിരക്ക് ഈടാക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകി. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 മുതൽ 15 രൂപ വരെയാണ് കൂട്ടിയത്. കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ 90 രൂപ എന്നത് 95 ആകും. ദിവസം ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 140 രൂപ എന്നതിൽ മാറ്റമില്ല. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്ക് 160 രൂപ എന്നത് 165 രൂപയാകും. ഒന്നിൽ കൂടുതലുള്ള യാത്രകൾക്ക് 240 എന്നത് 245 രൂപയാകും. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 320 രൂപയായിരുന്നത് 330 രൂപയും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 485 എന്നത് 495 രൂപയുമാകും. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 515 രൂപ എന്നത് 530 രൂപയായും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 775 രൂപയായിരുന്നത് 795 രൂപയായും ഉയരും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സെപ്റ്റംബർ 9 വരെ പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഹർജി തീർപ്പാക്കാനിരിക്കെ ടോൾ പിരിവ് കൂട്ടിയതിനെ വിമർശിച്ച DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രംഗത്തെത്തി. 24 തൃശൂർ. ലഹരിവിരുദ്ധ സന്ദേശവുമായി SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയ തുടരുന്നു. ഓണാഘോഷങ്ങൾക്കിടെ കലയാണ് ലഹരി എന്ന ആശയം ഉൾക്കൊള്ളുന്ന പരിപാടികളുമായി സംസ്ഥാനത്തെ കലാധ്യാപകരും കോഴിക്കോട്ടെ അല്ലമീൻ ആർട്സിലെ ചെറുപ്പക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് കലയും ജീവിതവും പറഞ്ഞ് ജ്യോതിർഗമയക്കൊപ്പം ചേർന്നത്. ലഹരിവേട്ടയുടെയും വിമുക്തി ആഗ്രഹിക്കുന്നവരുടെയും അവബോധം നൽകുന്നവരുടെയും കഥകൾ പറഞ്ഞ് 24 അവതരിപ്പിക്കുന്ന SKN40 ജ്യോതിർഗമയ തുടരുകയാണ്. ഓണമെടുത്തിരിക്കെ സംസ്ഥാനത്തേക്ക് ലഹരിയുടെ ഒഴുക്കാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെയാണ് കലാകൂട്ടായ്മയുമായി വടകര അല്ലമീൻ ആർട്സിലെ ചെറുപ്പക്കാരെത്തുന്നത്. സംസ്ഥാനത്തെ കലാധ്യാപകർ കൂടി ഒപ്പം ചേർന്നതോടെ ഇത്തവണത്തെ ജ്യോതിർഗമയ സമ്പന്നമായി. കലാകൂട്ടം എന്നു പേരിട്ട കലാധ്യാപകരുടെ കൂട്ടായ്മ കലയാണ് ലഹരി എന്ന സന്ദേശമുയർത്തി പരിപാടികൾ അവതരിപ്പിച്ചു. എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക ഉദ്ഘാടകയായി കലാകൂട്ടത്തിനൊപ്പം ചേർന്നു. ലഹരി വിതരണത്തിന്റെ ശൃംഖല അവസാനിപ്പിക്കുക എന്നതാണ് ജ്യോതിർഗമയയുടെ ലക്ഷ്യം. അതിനാവശ്യമായ പ്രചാരണ പരിപാടികളുമായി ജ്യോതിർഗമയ മുന്നോട്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് 24. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആനയെ കാട് കയറ്റി. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ആനയെ കരയ്ക്ക് കയറ്റിയത്. ഫെൻസിംഗ് നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാമെന്ന് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഉറപ്പ് നൽകിയതോടെയാണ് MLA ആന്റണി ജോൺ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത്. കിണറ്റിൽ വീണ 11 മണിക്കൂറിന് ശേഷമാണ് കാട്ടാന കരയ്ക്ക് കയറിയത്. പുലർച്ചെ 3-ന് കിണറ്റിൽ വീണ ആനയെ കരയ്ക്ക് കയറ്റാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാർ പ്രതിഷേധമുയർത്തി. വനംവകുപ്പിനെതിരെ വിമർശനവുമായി MLA ആന്റണി ജോണും സ്ഥലത്ത്. ഞങ്ങൾക്ക് കൃത്യമായ ഉറപ്പ് കിട്ടണം, ഇത് എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും, അത്തരമൊരു ഉറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. നേരത്തെ പല ഉറപ്പും ഇവർ പറഞ്ഞിരുന്നു, അത് സമയബന്ധിതമായി അവർക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല. ഒടുവിൽ ജില്ലാ കളക്ടർ G. പ്രിയങ്ക എത്തി. MLA ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയതോടെ
രക്ഷാദൌത്യം പുനരാരംഭിച്ചു. ഫെൻസിംഗ് നടപടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ജില്ലാ കളക്ടറുടെ ഉറപ്പ്. സോളാർ ഫെൻസിംഗിന്റെ കാര്യത്തിൽ നമ്മുടെ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. അത് DFOയും ഞാനും പിന്നെ ബഹുമാനപ്പെട്ട MLA എല്ലാവരും ഒരു കൂട്ടിച്ചേർത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നല്ല കാലാവസ്ഥയുണ്ട്, നമുക്ക് വർക്ക് ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. കളക്ടർ ഉറപ്പിന്മേൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കിണറ്റിന്റെ ഒരു വശം ഇടിച്ചാണ് ആനയ്ക്ക് പുറത്തിറങ്ങാനുള്ള വഴിയൊരുക്കിയത്. കരയ്ക്ക് കയറിയ ആന ഉടൻ തന്നെ കാട്ടിലേക്ക് മടങ്ങി. കൊച്ചി, ഇടുക്കി. ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താമഴ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.